കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ സംഘാടകർക്ക് വലിയ വീഴ്ച സംഭവിച്ചതായി GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള. GCDA ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തും. ബന്ധപ്പെട്ടവരുടെ അനുമതി വാങ്ങാതിരുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായും ചന്ദ്രൻപിള്ള അറിയിച്ചു. ഇതുപോലൊരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ സുരക്ഷ സംബന്ധിച്ച് വേണ്ടപ്പെട്ട എല്ലാ അംഗീകാരവും ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്ന് ഉണ്ടാകണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് കാണുന്നത് അതിൽ വലിയ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് സംബന്ധിച്ച് വിവിധ തലങ്ങളിൽ അന്വേഷണമുണ്ട്. പക്ഷേ GCDയുടെ ഭാഗത്തു നിന്ന് കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നത് വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഒരു അന്വേഷണം വന്നില്ല എന്നുള്ളത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ടതിനെ തുടർന്ന് ഞങ്ങളുടെ സൈറ്റ് എഞ്ചിനീയർ ആ ചുമതല നിർവഹിക്കേണ്ടത് വേണ്ടത്ര നിർവഹിച്ചു എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കുമ്പോൾ തന്നെ അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു. GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയ്ക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമം. GCDA എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നിടത്തേക്ക് തള്ളിക്കയറിയ പ്രവർത്തകരാണ് സംഘർഷം സൃഷ്ടിച്ചത്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം കലൂർ സ്റ്റേഡിയത്തിൽ ഉണ്ടായതുപോലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഉമേഷ്, ഈ വിഷയത്തിൽ ആദ്യം തന്നെ GCDA നടപടികൾ എടുത്തു. കോർപ്പറേഷൻ അടക്കം നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടറെ അടക്കം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതിന് ഉത്തരവാദിത്വം ഉണ്ട് എന്നും പിഴവ് വരുത്തിയെന്ന് കണ്ടെത്തിയ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസ് ഇതിനകത്തൊരു രാഷ്ട്രീയം കളിക്കാനുള്ള ശ്രമം നടത്തി. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നിരിക്കണം ഇന്ന് ചന്ദ്രൻപിള്ളയ്ക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായതൊരു സംഘർഷത്തിനുള്ള എല്ലാ സാധ്യതകളും സൃഷ്ടിക്കുകയും ചെയ്തത്. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ വേണ്ടിയായിരുന്നു GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഇന്ന് കടവന്ത്രയിലെ ആസ്ഥാനത്ത് GCDA ആസ്ഥാനത്ത് ചേരാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇന്ന് യോഗം ആരംഭിച്ചു. മേയർ ഉൾപ്പെടെയുള്ളവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട്. ആ യോഗം ആരംഭിച്ച ഏതാനും സമയങ്ങൾക്കുള്ളിലാണ് അപ്രതീക്ഷിതമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ കടവന്ത്ര GCDA ഓഫീസിനകത്തേക്ക് തള്ളിക്കയറുകയും ഈ ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയെ കയ്യേറ്റം ചെയ്യാനായി ശ്രമിക്കുകയും ചെയ്തത്. ഉടൻ തന്നെ പോലീസ് ഇവിടെ എത്തി ഇടപെട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഏതാണ്ട് 9 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. അതിനുശേഷം ഈ കമ്മിറ്റി യോഗം തുടരുകയും ചെയ്തു. ഈ യോഗത്തിന് ശേഷം കെ ചന്ദ്രൻപിള്ള മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് ഈ കമ്മിറ്റി യോഗത്തിൽ അന്ന് ഉണ്ടായ സാഹചര്യങ്ങൾ പൂർണ്ണമായും വിലയിരുത്തി ഈ സംഘാടകരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് GCDA കണക്കാക്കുന്നത്. അത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ GCDA തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം അന്ന് ഈ സംഘാടകരും GCDAയും തമ്മിലുണ്ടാക്കിയ ഒരു കരാർ, അതായത് GCDAയുടെ ഉടമസ്ഥതയിലാണ് ഈ കലൂർ സ്റ്റേഡിയം. അപ്പോൾ ഈ സ്റ്റേഡിയം വിട്ടു നൽകുമ്പോൾ ചില കരാറുകൾ വെക്കാറുണ്ട്. ആ കരാർ കൃത്യമായി പാലിച്ചോ എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്ന് അനുമതിയൊക്കെ വാങ്ങി മാത്രമേ ഈ പരിപാടി നടത്താൻ പാടൂ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കരാർ വ്യവസ്ഥ. ആ വ്യവസ്ഥ അവർ ലംഘിച്ചു. എന്നാൽ അത് തിരിച്ചറിയുന്നതിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് വീഴ്ച പറ്റി എന്നുള്ളത് തന്നെയാണ് GCDA ഇപ്പോൾ കണക്കാക്കുന്നത്. അത് വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അന്വേഷണ കാലയളവിൽ അന്വേഷണ വിധേയമായി ഇപ്പോൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SS ഉഷയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്നാണ് GCDA ചെയർമാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തും. GCDA സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം ഉണ്ടാവുക എന്നും GCDA ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉമേഷ്, ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന് പറയുന്ന ആ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം തന്നെയാണ് സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ ഗുരുതരമായ പിഴവ് ഉണ്ടായിട്ടുണ്ടെന്ന് GCDA ഇപ്പം വിലയിരുത്തിയിട്ടുണ്ട്. കരാറുകാർ പറഞ്ഞത് അതേപടി വിശ്വസിക്കുകയും അനുമതി നൽകുകയുമായിരുന്നു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. അതെ, അതാണ് പ്രധാന വീഴ്ചയായി ഇപ്പോൾ GCDA കാണുന്നത്. അതായത് ഇങ്ങനെ ഒരു പരിപാടി, കായികേതര പരിപാടിക്ക് ഈ സ്റ്റേഡിയം വിട്ടു നൽകുന്നതിൽ യാതൊരു തടസ്സവുമില്ല, നിയമ തടസ്സവുമില്ല എന്ന് കണ്ടതാണ്. നേരത്തെയും അത്തരത്തിൽ പല പരിപാടികൾക്കും വിട്ടു നൽകിയിട്ടുണ്ട്. പക്ഷേ സംഘാടകരുമായി കൃത്യമായ കരാർ വ്യവസ്ഥകൾ അത് പ്രധാനപ്പെട്ട കരാർ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ബന്ധപ്പെട്ടവരിൽ നിന്ന്, സുരക്ഷാ ഏജൻസികളിൽ നിന്ന് അടക്കം കൃത്യമായ അനുമതി വാങ്ങിയാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത് എന്നുള്ളതാണ് കരാർ വ്യവസ്ഥ. അത് മോണിറ്റർ ചെയ്യേണ്ട ചുമതല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ്. അത് കൃത്യമായി നിർവഹിച്ചില്ല എന്നുള്ളതാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. ഇപ്പോൾ അത്തരത്തിൽ തീർപ്പിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു അന്വേഷണം നടക്കുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അന്വേഷണ വിധേയമായി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കലൂർ അപകടത്തിൽ പിഴവ് വരുത്തിയ GCDA അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തതായി ചെയർമാൻ കെ ചന്ദ്രൻപിള്ള അറിയിച്ചു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ കെ ചന്ദ്രൻപിള്ളയ്ക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്തുകയും ചെയ്തു. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.